ഹലോ ഗൈസ്, ഞാൻ വർക്ക് ചെയ്യുന്ന കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ വീഡിയോസാണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കൊല്ലത്തിനിടയിൽ പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോസൊക്കെ മിക്സാക്കി എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിച്ച് നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണെങ്കിൽ പോലും ഇവിടെ ആകെ 2 ഫ്ലൈറ്റ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും ഇൻഡിഗോയുടെയും ഈ 2 കമ്പനിയുടെ ഫ്ലൈറ്റ് മാത്രം. അതിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് 2 മാത്രമേ വിദേശത്തേക്കുള്ളൂ, ബാക്കിയെല്ലാം ഡൊമസ്റ്റിക്കാണ്. അപ്പോൾ ഈ 2 ഫ്ലൈറ്റ് കൊണ്ട് മാത്രമാണ് ഈ എയർപോർട്ട് നിലവിൽ നിന്ന് പോകുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പോയിൻ്റ് ഓഫ് കോൾ തരാത്തതുകൊണ്ട് ഇവിടെ ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഫ്ലൈറ്റുകളൊന്നുമില്ല. പോയിൻ്റ് ഓഫ് കോൾ ലഭിക്കാത്തതുകൊണ്ട് തന്നെ നിലവിലുള്ള സർവീസിലൊക്കെ നല്ല ടിക്കറ്റ് റേറ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പാസഞ്ചേഴ്സും കുറവാണ്. നിങ്ങൾ ഈ എയർപോർട്ട് നോക്കി നോക്കി, ഇവിടെ നമ്മുടെ മറ്റ് എയർപോർട്ടുകളിലെ പോലെയല്ല, ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടെ സഞ്ചരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ ഹജ്ജ് സീസൺ ആയതുകൊണ്ട് സ്പെഷ്യൽ ഫ്ലൈറ്റിന് ഹജ്ജിൻ്റെ ആൾക്കാർ പോകുന്നുണ്ട്, അല്ലാതെ നോർമലി ഉള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. മറ്റ് എയർപോർട്ടിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, എപ്പോഴും ആൾക്കാരുടെ ഒരു തിരക്കുണ്ടാകും. പക്ഷേ ഇവിടെ അത് വളരെ കുറവാണ്. അറൈവലിലാണെങ്കിലും ഡിപ്പാർച്ചറിലാണെങ്കിലും ആൾക്കാർ വളരെ കുറവാണ്. ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയുമോ? ഈ ഒരു കൊല്ലത്തിനിടയിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യമാണ് ഈ എയർപോർട്ടിന് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. പുറത്തേക്ക് പോകാനൊരു ബസ്സില്ല, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇല്ല. ഈ എയർപോർട്ട് ഏതൊരു കാടിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ്. കാരണം ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോയാൽ നമുക്കൊരു ബസ് കിട്ടണമെങ്കിൽ 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. കാരണം ഒരു ബസ് കഴിഞ്ഞ് അടുത്ത ബസ്സിലേക്ക് ഒരു ടൈം എന്ന് വെച്ചാൽ 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയാണ്. നമ്മൾ നിന്ന് കാല് കുഴക്കി പോകും. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോ സൗകര്യങ്ങളും കുറവാണ്. ഡെയിലി 2 KSRTC ബസ്സാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നത്. ഒന്ന് രാവിലെ 6 മണിക്കും ഒന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഈ 2 ബസ് മാത്രമേ കണ്ണൂർ എയർപോർട്ടിൽ ഡയറക്റ്റായിട്ട് സർവീസ് നടത്തുന്ന ബസ്സുള്ളൂ. പിന്നെ വേറെ ഒരു സമയത്തും ഇവിടെ നേരിട്ട് സർവീസ് നടത്തുന്ന ഒരു വാഹനം പോലുമില്ല. കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ സോളാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുന്ന ടൈമിൽ ഇവിടെ സോളാറിൻ്റെ ഒരു പണിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സോളാറിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ടാണെന്ന് തോന്നുന്നു ഉദ്ഘാടനം ചെയ്യിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ കണ്ണൂർ എയർപോർട്ടിൻ്റെ 30% ഇലക്ട്രിസിറ്റിയും സോളാർ വഴിയായിരിക്കും. പിന്നെ ഇപ്പോൾ ഒരു കൊല്ലത്തിനിടയിൽ ഇവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഖലീഫ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗാണ്. ആ സിനിമയുടെ ഷൂട്ടിങ്ങും ഞാൻ കണ്ടിരുന്നു, ബോറടിച്ചിട്ട് മാറിയതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം മമ്മൂക്കയുടെ പാട്രിയോട്ടിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ട്രെയിലറിൽ കാണുന്ന ആ ഒരു രംഗം, ഡൽഹി എയർപോർട്ടിൻ്റെ സെറ്റ് ഇട്ടിട്ടുള്ള ആ ഒരു രംഗം ഷൂട്ട് ചെയ്തത് കണ്ണൂർ എയർപോർട്ടിലാണ്. പക്ഷേ സിനിമയിലത് ഡൽഹി എയർപോർട്ടാണെന്ന് തോന്നുന്നുള്ളത് ആണ്. എന്തായാലും കണ്ണൂർ എയർപോർട്ടിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു യാത്രക്കാരന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ എന്നാലും ടിക്കറ്റ് റേറ്റും പല കാര്യങ്ങളും കൂടുതലാണ്. എല്ലാം മാറി കണ്ണൂർ എയർപോർട്ട് രക്ഷപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം നല്ല പൊട്ടൻഷ്യലുള്ള ഒരു എയർപോർട്ടാണ്.